ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ. ഇന്ന് 73-ാം ദിനം. ഈ രാത്രിയിൽ മക്കളെ നമ്മൾ അനുഗ്രഹിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 8-ാം വചനം. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയുള്ള പ്രാർത്ഥന നല്ലതാണ് എന്ന് മാലാഖ തോബിത്തിനോടും തോബിയാസിനോടും പറയുന്നു. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉപവാസവും ദാനധർമ്മവും നീതിയും എപ്പോഴും ചെയ്യുവാനും അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും തന്നെ ഒരുക്കുകയും ദൈവത്തോട് ചേരുകയും ചെയ്തുകൊണ്ട് നന്മയുടെ മക്കളായി ഏതെങ്കിലും ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, ജീവിതത്തിലെ എല്ലാ പാകപ്പിഴകളും മാറി ദൈവത്തോട് ചേർന്ന് നന്മയുടെ മക്കളാകുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തോബിത്ത് 12:8. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. കർത്താവായി ഈശോയെ, ഞങ്ങളുടെ മക്കൾ നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ജീവിതത്തിൽ നീതിയും പ്രാവർത്തികമാകട്ടെ. അങ്ങനെ അങ്ങയോടൊത്ത് ഞങ്ങളുടെ മക്കൾ ജീവിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്തിന് കാരണമാകുകയും ചെയ്യട്ടെ. ദൈവഭക്തിയാൽ ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാനുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.